ഹായ്, അപ്പോൾ നമുക്കിന്ന് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങ ഇറച്ചി റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഈ മുരിങ്ങ ഇറച്ചിയും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം വേവുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം നല്ലതുപോലെ ഇത് ഡ്രൈ ആവണം. വേവിച്ച് അതിൻ്റെ വെള്ളം പറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഇതുപോലെ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ചീനിച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇറച്ചിക്കനുസരിച്ച് സവോള ഇടുക. സവോള ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് നമ്മളുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ എല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം വേണ്ടുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. നമുക്ക് കുറച്ച് ഇറച്ചിയുള്ളൂ, അപ്പോൾ അതനുസരിച്ച് മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി ഇടാം. കാശ്മീരി ചില്ലി നമ്മളുടെ എരിവിനും അതുപോലെ തന്നെ കളറിനും അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഒരു 1/2 ടീസ്പൂണേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളക് പൊടി വേണം. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് എത്രയാണോ എരി അതനുസരിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ടൈമിൽ നമുക്ക് നമ്മളുടെ മുരിങ്ങ ഇറച്ചി ഉണ്ടല്ലോ, മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇറച്ചി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി മിക്സ് ആവും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചതിന് ശേഷം ഒരു തക്കാളി നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യുക. സ്മോളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ നമ്മൾ നല്ലതുപോലെ വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ ഓൾറെഡി മുരിങ്ങയിറച്ചി വെന്തതാണ്, പക്ഷേ നമുക്ക് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടി മിക്സായി വരാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചിരിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി കട്ട് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ടോട്ടൽ ഒരു 5 മിനിറ്റ്സ് നമ്മൾ വെച്ചിരിക്കണം ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ തേങ്ങാക്കൊത്തിട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് ഏകദേശം ഓൾറെഡി ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മുരിങ്ങ ഇറച്ചി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്.